ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ വന്നിരിക്കാൻ. പല ആണുങ്ങളോ മറ്റോ ആണ് ഇങ്ങനെ വന്നിടിച്ചെങ്കിൽ ഞാൻ അവന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയാണ്. ഇത്തിരി വേനിച്ചെങ്കിലും ഒരു സുഖം തോന്നുന്നു, ഒരു കുളിർമ. വണ്ടി വിടും. അതെങ്ങനെ വണ്ടി വിടും? ഇത് ഞാൻ പിടിച്ച വണ്ടിയല്ലേ? ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ദൈവമേ, പടം തുടങ്ങിക്കണം. ആദ്യത്തെ സീൻ തൊട്ട് സ്റ്റണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. ഡ്രൈവർ പ്ലീസ് വണ്ടി വിട്. ഞാനൊരു പടം കാണാൻ ഇറങ്ങിയതാ. എന്റെ കൂടെ വരുന്നേ? ഓക്കെ. ഇറ്റ് വിൽ ബി പ്രഷർ. ഡ്രൈവർ വണ്ടി വിട്. ആരെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത്? പലയിടത്തും വല്ല അടിച്ചോണ്ട് വന്നാന്ന്? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ഹോട്ടൽ പ്രസിഡന്റ് വരെ ഒന്ന് പോയാൽ മതി. നിങ്ങളെ ഹോട്ടൽ പ്രസിഡന്റ് കൊണ്ടുവിട്ട എനിക്കെന്ത് ലാഭം? ആദ്യം വന്ന് എന്റെ തലയ്ക്ക് ഇടിച്ചിട്ട് നിങ്ങൾ സോറി പറഞ്ഞു. അതുപോട്ടെ. ഞാൻ ഇത്രയും താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് കടാക്ഷിച്ചോ. അതുപോട്ടെ. സ്നേഹത്തിൽ ഒരു വാക്കെന്നോട് പറഞ്ഞോ? സാർ, തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടൽ പ്രസിഡന്റ്. ഓഹോ, ഞാൻ സാറങ്ങ് വണ്ടി വിട്ടാട്ടെ. ചിലപ്പോ താൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറയും. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണെ കണ്ടപ്പോ മനസ്സിലായി പോയി. സാറിന് എത്ര ഇളകിയില്ല. വണ്ടി വിടറോ? ഹലോ, നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എന്നോട് രണ്ടു വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും. പക്ഷെ അടുത്ത കഴിഞ്ഞുണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. താല്പര്യമില്ലല്ലേ? വിരോധമില്ലെങ്കിൽ പേരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരൊക്കെയാ. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month and of course a good amount of commission also. ലവ് ലെറ്റർ ആയിരിക്കും. ഡ്രൈവർ എവിടെയെങ്കിലും പോസ്റ്റ് ബോക്സ് കാണുമ്പോൾ നിർത്തണം. സൈഡിലുണ്ട്. പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ. അതെന്താ? സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ എന്നെ പോലെ ഒരാൾ അനുസരിക്കായിരിക്കും? വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. ലക്ഷ്മി, എന്നെ കൊച്ചാക്കരുത്. ഐ വിൽ പേ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. മറ്റേ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യും. വേണ്ട. ഞാൻ ഫോൺ ചെയ്യും കേട്ടോ. കേട്ടോ. തുടങ്ങിയ ഇപ്പൊ തുടങ്ങും. തുടങ്ങിയ തുടങ്ങിയില്ല. ഇപ്പുറത്തെ അത് പെണ്ണുങ്ങടെ.
ഹലോ. എന്താ പ്രശ്നം? എന്താ സാർ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്നാന്ന് കണ്ടിട്ട് തന്നെ വാ. Come on. Hello, my dear friend. You are welcome. സാർ, നിങ്ങളുടെ ആളുകളാണ് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചാച്ച്? ഓ പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ സാലറി ഓഫ് 2500 rupees and commissions extra. Oh, I see. I am David Anthony Fernandez. Very, very pleased to meet you. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരെ വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പ് ഉണ്ടായിരുന്നു എന്റെ ഇവിടെയൊക്കെ ഇടിച്ച്. അതിനോട് പോയി. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് പുറത്ത് വരാം, പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷോ? ഇതൊന്നും ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കെ, വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവിയോ? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്നാദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറേ. Well, that's my name. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം. അവളെ പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ശ്രീദേവി പോലും. ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ ഇടിത്തിയായി എന്റെ തലയിൽ തന്നെ വീഴുന്നു. ഞാൻ ഓർത്തോ എന്റെ മകളെ നിങ്ങളൊന്ന് കാണുന്നില്ലേ? Okay. My dear സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്?
ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട് ലിസൺ. ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങളൊരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം? അവള് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല ആശാനെ, ആശാനിതല്ലേ ഇവിടെ നിന്ന് കണ്ടു? കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കോ എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ? എന്തിനല്ല ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ജയൻ, മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അമിതമായി മദ്യപിച്ച് ഒരപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം. ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ. ബട്ട് ബി ഈസി ആൻഡ് സ്റ്റഡി. ആരാണ് തോന്നിയത്? Don't repeat it. നിൽക്കാതെ. നമസ്കാരം. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ സാമുവൽ ജോർജ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഉദയവർമ്മയുടെ കേസന്വേഷണത്തിനിടയിലാണ് കമ്മീഷണർ സാമുവലിന് ഈ അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് 2 മരണത്തിന്റെയും പിന്നിലെ കൈകൾ ഒരാളുടെ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അക്രമി എത്രയും വേഗം വലയിൽ വീഴ്ത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പോലീസിന്റെ ഒരു വക്താവ് ദൂരദർശനോട് പറഞ്ഞു. വെള്ളം വേണം. ഒരു പാക്കറ്റ് വിൽസ്. താനേതാ? ഇവിടെ അടുത്തുള്ളതാ. എവനെ അറിയോ?
ലൈസൻസ് ഉണ്ടോടെ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ സാർ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്. അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. സാർ, 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നിയ പറഞ്ഞോണ്ടല്ല, ആ കട്ടിലിരിക്കായിരുന്നവൻ തിയേറ്ററിലെ മൂത്രപ്പരന്ന് എന്നെ ഇടിച്ചൊരു പരുവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആലോചിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാം. ഈ കാടിന് അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല ഇതിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. സാർ, ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തിയുണ്ടല്ലോ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. കമ്മീഷണറുടെ ഉദയവർമ്മയുടെയും കൊലപാതകയെ കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചതിന്റെ മോനയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. Don't repeat this.